ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള തോട്ടയ്ക്കാട് അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം ബെല്ലൈക്കണിൽ ഞെക്കുക. കൂടാതെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മളിതാ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. 7 സെൻറ്റിൽ 950 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള ഒരു പുതിയ വീടാണ്. പണിയെല്ലാം തീർത്ത് കംപ്ലീറ്റായിട്ട് കിടക്കുന്നെങ്കിലും കുറച്ച് പണികളും കൂടിയൊക്കെ ബാക്കിയുണ്ട്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുന്ന് നമ്മൾ സ്ലൈഡിംഗ് ഗേറ്റാണ് നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. കോൺക്രീറ്റൊക്കെ ചെയ്ത് നന്നായി തന്നെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വീടിൻ്റെ മുറ്റത്ത് കുറച്ച് പുല്ലുകളൊക്കെ വളർന്ന് നിൽപ്പുണ്ടെങ്കിലും അതുമെല്ലാം ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതാണ്. നല്ല ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്ന ഒരു കിണർ ഈ വീടിൻ്റെ മുറ്റത്തായിട്ട് തന്നെയുണ്ട്. 500 മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. കൂടാതെ ജലനിധിയുടെ പൈപ്പ് ലൈനും ആ വീടിന് നൽകിയിട്ടുണ്ട്. കോമ്പൗണ്ട് വാളെല്ലാം കെട്ടി നന്നായി തന്നെ ഗേറ്റ് വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുറ്റമൊക്കെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. 1.3 കിലോമീറ്റർ മാത്രമാണ് തോട്ടയ്ക്കാട് ജംഗ്ഷനിലോട്ടുള്ള ദൂരം. വീടിൻ്റെ ഫ്രണ്ട് വശമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആ ഗേറ്റും കാര്യങ്ങളും എല്ലാം. എല്ലാ സൈഡിലും കോമ്പൗണ്ട് വാളുണ്ട്. ഈ സൈഡിൽ നമുക്കൊരു 2-3 പേർക്ക് നടന്നു പോകാവുന്ന രീതിയിലുള്ള ഒരു ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം. നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ ഗ്രാനൈറ്റാണ്. മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 6.5 കിലോമീറ്റർ മാത്രമാണ് പുതുപ്പള്ളി ടൗണിലോട്ടുള്ള ദൂരം. ഫ്രണ്ട് ഡോറ് നമുക്ക് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാം. നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയ ആണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ടൈലൊക്കെ വിരിച്ച് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ലിവിങ്ങും ഡൈനിങ്ങും ഒരുപോലെയാണ്. നമ്മൾക്ക് ഹോളാണ്. വാഷ് ബേസിനും ഒരു കോമൺ ബാത്റൂമും നൽകിയിട്ടുണ്ട്. 3 ബെഡ്റൂമാണ് വീടിനുള്ളത്. നമുക്ക് ആദ്യം കിച്ചൺ ഒന്ന് കണ്ടിട്ട് വരാം. നല്ല വുഡൻ ഫിനിഷോട് കൂടിയ ടൈലുകളാണ് കിച്ചണ് നൽകിയേക്കുന്നത്. അതോടൊപ്പം കബോർഡ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. കിച്ചൺ കബോർഡുകളൊന്നും ചെയ്തിട്ടില്ല. മെയിൻ അടുക്കളയിൽ തന്നെ പുകയില്ലാത്ത ഒരു അടുപ്പും കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ തൊട്ടടുത്തൊരു ചെറിയ ഒരു വർക്ക് ഏരിയ ഉണ്ട് പുറത്തായിട്ട്. അത് ഗ്രില്ലൊന്നും ഇട്ടിട്ടില്ല. അതെല്ലാം അവിടെ ഒരു ഷീറ്റാണ്, ആസ്പെക്ട് ഷീറ്റാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ വീടിൻ്റെ പുറവശമാണ് ഈ കാണുന്നത്. 7 സെൻറ്റാണ് നമ്മുടെ ഈ സ്ഥലം നിലനിൽക്കുന്നത്. മോട്ടറും പൈപ്പും എല്ലാം കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ പാളി ഡോറാണ് വീടിൻ്റെ അടുക്കളയിൽ നിന്ന് 2 വശത്തായിട്ടും കൊടുത്തേക്കുന്നത്. ഈ ഒരു ഹോൾ എന്ന് പറയുന്നത് നല്ല വിശാലമായൊരു ഹോള് തന്നെയാണ്. നമുക്ക് ബെഡ്റൂമിലേക്കും പോകാം. 3 ബെഡ്റൂമാണ്. നമുക്ക് കയറി വരുന്ന ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. 3 വാലുകളുടെ 2 ജനാലകൾ അവിടെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സാമാന്യ വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് കണക്കാക്കാം. അവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. നന്നായി തന്നെ ടൈലുകളെല്ലാം ഒട്ടിച്ച് നന്നായി തന്നെ നല്ല വലിപ്പമുള്ള ഷവറുകളും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ്. നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. AC പോയിൻറ്റും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം. ഇതിന് ഒരു സൈഡിൽ 3 പാളയുടെയും മറു സൈഡിൽ 2 പാളയുടെയും ജനാലയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മറ്റേ റൂമിനേക്കാളും കുറച്ച് ചെറുതായിരിക്കാം. നമുക്കിവിടെ ഒരു ബാത്റൂം ഞാൻ പറഞ്ഞത് കോമൺ ആയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ 2 ബാത്റൂമാണ്. 2 ബാത്റൂമും 3 ബെഡ്റൂമുമാണ്. അതിന് ഒരെണ്ണം അറ്റാച്ച്ഡും ബാക്കി 2 കൂടെ കോമൺ ബാത്റൂമുമാണ് നൽകിയിരിക്കുന്നത്. ഇതും സെയിം അതേ പാറ്റേണിലാണ്. 2 പാളയുടെ ഒരു ജനലും 2 സൈഡിലും 2 പാളയുടെ ജനാലാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഏകദേശം ഉൾക്കാഴ്ചയെല്ലാം കണ്ടു കഴിഞ്ഞു.
അപ്പം നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ വിലയും വിവരങ്ങളും ഒക്കെ ഇതിൻ്റെ ക്യാപ്ഷനും തമ്പനെയിലും നൽകിയിട്ടുണ്ട്. തോട്ടക്കാടിനെ പറ്റി ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്, കൂടുതലൊന്നും പറയാനില്ല. തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലക്കവല എന്ന് പറഞ്ഞ ജംഗ്ഷനുണ്ട്, അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അതുപോലെ ഓർത്തഡോക്സ് യാക്കോബ എല്ലാ ഇതര സഭകളുടെയും പള്ളികളും എല്ലാം ഉണ്ട്. സ്കൂള് കോളേജ് എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.